ഹലോ എവ്രി വൺ, വെൽക്കം ടു ടുഡേയ്സ് ഡെയിലി ഇൻസൈറ്റ്. ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എക്സ്ക്യൂസസിനെ കുറിച്ചാണ്. നമുക്കറിയാം, എക്സ്ക്യൂസസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ആരോടെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മിസ്റ്റേക്സ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവരതിനിങ്ങനെ ഇതാക്കിയിട്ട് പറയില്ലേ, ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല. അതായത് നമ്മൾ വെറും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം എന്തൊക്കെയോ പറയില്ലേ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ക്യൂസസ്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. ഈ എക്സ്ക്യൂസസ് പലതരം ഉണ്ട്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഇൻറ്റേർണലാണ്. അതായത് ഇപ്പോൾ പേടിയുണ്ട്, അല്ലെങ്കിൽ പരാജയപ്പെടും എന്നുള്ള പേടിയുണ്ട്, അതല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറയുന്നുള്ള പേടിയുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള കുറേ ഭയങ്ങളും കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അതുകൊണ്ടുണ്ടാവുന്ന സംഭവമാണ് ഇൻറ്റേർണൽ എക്സ്ക്യൂസസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്റ്റേണൽ, അതായത് നമ്മുടെ നാച്ചുറലായിട്ട് നമുക്കുണ്ടാവുന്ന ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. അതായത് മഴ, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ നമ്മുടെ സോഷ്യൽ സംഭവങ്ങൾ, അതായത് ഇപ്പോൾ നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന എക്സ്ക്യൂസസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻറ്റേർണൽ പറഞ്ഞു, എക്സ്റ്റേണൽ പറഞ്ഞു. ഇനി സൈക്കോളജിക്കൽ എക്സ്ക്യൂസസ് ഉണ്ട്. അതായത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ നമ്മുടെ പേടി, മീൻസ് നമ്മുടെ മോട്ടിവേഷൻ ഇല്ലായ്മ കൊണ്ടുണ്ടാവുന്നത്. ഞാൻ അങ്ങനെ ചെയ്താൽ ശരിയാവോ എന്നൊരു തോട്ട് കൊണ്ടുണ്ടാവുന്നത്. അങ്ങനത്തെ ഇപ്പോൾ നമ്മൾ സൈക്കോളജിക്കലി നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ഒരുപാട് എന്തൊക്കെയോ ഉള്ളിങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പം അത് കാരണം ഇങ്ങനെ ഉണ്ടാവുന്ന ചില എക്സ്ക്യൂസസ് ഉണ്ട്. അതിനെ നമുക്ക് സൈക്കോളജിക്കൽ എക്സ്ക്യൂസസ് എന്ന് വിളിക്കാം. പിന്നീടൊരു എക്സ്ക്യൂസ് കേട്ടപ്പോഴാണ് ഞാനത് കൂടി അന്തം വിട്ടത്. അങ്ങനെ പറഞ്ഞാൽ ക്രിയേറ്റീവ് എക്സ്ക്യൂസസ് കേട്ടിട്ടുണ്ടോ? അപ്പം നിങ്ങൾ വിചാരിക്കും എന്തോ നല്ല സംഭവമാണെന്ന്. അതെ, നല്ല സംഭവം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് യൂസ് ചെയ്യണത് നല്ലതെന്നല്ല, അത് മാത്രമേ ഉള്ളൂ. അതന്നെ, എന്തൊക്കെയോ എവിടുന്നോ ഉണ്ടാക്കിയ കഥേൻ്റെ പകുതി അവിടുന്നും പകുതി ഇവിടുന്നും ഒക്കെ എടുത്തിട്ടോ, അല്ലെങ്കിൽ സ്വന്തം തലേന്ന് സൃഷ്ടിച്ചിട്ടോ, എങ്ങനെയാന്ന് വെച്ചാൽ പൊടിയും തൊങ്ങലും ചേർത്ത് എക്സ്പ്രഷനും അങ്ങോട്ട് ഇട്ട് അവതരിപ്പിക്കുക. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിയേറ്റീവ് എക്സ്ക്യൂസസ് എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ എക്സ്ക്യൂസസും റീസണും ഉണ്ട് അല്ലേ, ആക്ച്വൽ റീസണും ഉണ്ട്. എക്സ്ക്യൂസസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒഴിവുകൾ പറയാണ്. പക്ഷേ റീസൺ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാരണം അവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. അത് ഫാക്റ്റുകളുടെ ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ് ആയിരിക്കും. അതിൽ സത്യം ഉണ്ടാവും അല്ലേ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ, എക്സ്ക്യൂസസ് എന്ന് പറഞ്ഞാൽ സ്വയം തന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, താൻ ഭയങ്കര നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് ആണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ക്യൂസസ് ആയിട്ടും കണക്ക് കൂട്ടുന്നത്. ഓക്കെ. പിന്നെ നമ്മളിൽ എക്സ്ക്യൂസ് പറയാനുള്ളൊരു പ്രവണത ഉണ്ടോയെന്ന് ഇടയ്ക്കൊന്ന് സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. നമ്മൾ പറയില്ലേ, ഒരു കാര്യം പറയുമ്പോൾ 100 പ്രാവശ്യം ചിന്തിക്കണമെന്ന്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് 100 തവണ ചിന്തിക്കാം. അതിൽ നമ്മൾ എക്സ്ക്യൂസസ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് തിരുത്താൻ പറ്റും അല്ലേ. അപ്പോൾ പറയുമ്പോൾ എപ്പോഴൊക്കെയാണ് പറഞ്ഞത്, എന്തിനൊക്കെയാണ് പറഞ്ഞത്, അപ്പോൾ അതിനെ തിരുത്താനുള്ള കരുതലുകൾ നിങ്ങൾക്ക് തന്നെ സ്വന്തം ചിന്തിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ പറച്ചിലുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. അത്തരത്തിൽ തിരുത്തി നമുക്ക് നമ്മളെ അപ്ഡേറ്റ് ചെയ്ത് പോവാം. പിന്നെ എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.